ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ സ്നാപ്പിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വെറുതെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കുറച്ച് നേരം മാത്രം, അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ മറ്റേ ക്യാമറയിലേക്ക് വരാം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒരു 3-4 ദിവസമായി. ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു February 6th. ഇന്നലെയായിരുന്നു ആനുവൽ ഡേ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു ഫംഗ്ഷനൊക്കെ. പിന്നെന്തായിരുന്നു, ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ പ്രോഗ്രാമിനൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്രാവശ്യം ആനുവൽ ഡേക്ക് എന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതല്ല, ഞങ്ങൾ സഹോദരിക്ക് ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് സെയിം ആനുവൽ ഡേക്ക് ഒന്നുകൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നീല് പോകുന്നുണ്ടായിക്കൂടെ. അപ്പോൾ അത് തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ സ്കൂൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയാലെ ഡാൻസ് ഉണ്ടായിരുന്നു, അത് ഗോപിക നൃത്തമായിരുന്നു ഗൈസ്. നീലുമായിരുന്നു കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ, ബാക്കി ഫുള്ള് കുറേ രാധമാരൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഡാൻസ് കേട്ടോ. അപ്പോൾ അവർ ഫുൾ വീഡിയോ ആയിട്ട് അവർ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഡാൻസ് മാത്രമായിട്ട്. അപ്പോൾ അത് പോയി കണ്ടോളൂ. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇതിൽ ആഡ് ചെയ്ത് ഫുൾ വീഡിയോ കോപ്പിറൈറ്റ് ആവും. അതാകുമ്പോൾ അവർ ആ വീഡിയോ മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ കോപ്പിറൈറ്റ് ആ വീഡിയോ ഫുള്ളായി. അങ്ങനെ അയ്യോ, പിന്നെ എന്തൊക്കെയാണ്, പിന്നെ എനിക്കുള്ള പണികളെന്ന് വെച്ചാൽ അത്ര വലിയ പണികളൊന്നുമില്ല. എൻ്റെ ഇന്നലത്തെ കുറേ എൻ്റെ ക്യാരക്ടറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ സെൽഫ് മേക്കപ്പ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒന്നുമില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്നലെ രാത്രി 12:30 കഴിഞ്ഞു സ്കൂളിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മമ്മി അത് സ്നാപ്പിലെടുക്കുന്ന വീഡിയോ. അപ്പോൾ സാരമില്ല, കുറച്ച് നേരമല്ലേ. അപ്പോൾ കഴിച്ചത് ഞാൻ വീണ്ടും നോർമൽ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനുണ്ട്. ഒന്നും ഞാൻ കൊണ്ടുവച്ചിട്ടില്ല. ഇന്നലെ രാത്രി ലേറ്റ് ആയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എത്തി അപ്പം തന്നെ മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് കയറി വേഗം കിടന്നുറങ്ങി. പിന്നെ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം 4:45 കഴിഞ്ഞിരിക്കുന്നു. 5 മണി കഴിഞ്ഞു. ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല, മടിയായിട്ട്. അപ്പം ഒക്കെ എടുത്തു വയ്ക്കണം. നീ എങ്ങോട്ടാ പോണ്? കളിക്കാൻ പോവാണ് നീലിമ. അപ്പോൾ അതെടുത്ത് വയ്ക്കണം. അതൊക്കെ തന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്. പിന്നെ വൈകുന്നേരം അമ്മ കാപ്പിയൊന്നും തന്നില്ല ഗായ്സ്. അമ്മ മറന്നതാണ് തോന്നുന്നു. അപ്പം അത് നമുക്ക് ചോദിച്ച് വാങ്ങണം. പക്ഷെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, തറവാട്ടി കൊടുക്കാം. തറവാട് മീൻസ് ആ വീട് കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒക്കെ ഡൈനിങ് ഹാളിലാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് എല്ലാതും എൻ്റെ അറിഞ്ഞില്ല. എൻ്റെ ഡ്രാമയിൽ കൂടെ ആക്ട് ചെയ്തൊരു കുട്ടീൻ്റെ, ശിവപ്രിയ. അപ്പോൾ അവളുടെ ടോപ്പായിരുന്നു ഒരെണ്ണം. പിന്നെ സ്കേർട്ട് ഉണ്ട്. സ്കേർട്ട് ഞങ്ങളെ ഡ്രാമയുടെ ചാർജുള്ളൊരു മിസ്സുണ്ട്, സുബിത മിസ് അല്ല, സുബിത മിസ്സിൻ്റെ ചാർജ് വേറെ മിസ്സുണ്ട്, അഭിനീത മിസ് പറഞ്ഞിട്ട്. അപ്പോൾ മിസ്സിൻ്റെ മോളുടെ സ്കേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ മിസ്സിൻ്റെ ഷോൾ ആയിരുന്നു. ഇത് എൻ്റെ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ ആ സോറി ഗായ്സ്, പെട്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ ഞാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയാണ് ഡ്രസ്സ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോ അതിന് നമ്മളേലുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഇടാൻ പറ്റില്ല, ക്യാരക്ടറിന് അതിൻ്റേതായ ഡ്രസ്സുകളില്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് മാച്ചായി വന്നത് ഈ ഡ്രസ്സായിരുന്നു, മിസ്സിൻ്റെയും ശിവപ്രിയയുടെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവരെ ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ കൊണ്ടുപോയിട്ടൊക്കെ ഉണക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഉണങ്ങിയിട്ട് ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് തിരിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ട്, അത് എടുത്തു വയ്ക്കാണ്ട്. പിന്നെ ഡ്രാമയിൽ ഫസ്റ്റ് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, അത് എൻ്റെ സ്വന്തം ഡ്രസ്സായിരുന്നു. അതൊരു വൈറ്റ് ടീഷർട്ടായിരുന്നു, ഫുൾ സ്ലീവ്. അത് വാങ്ങി ഞാൻ. ബാക്കി പിന്നെ ഒരു പലാസോ ആയിരുന്നു, ഒരു ബ്ലാക്ക് കളറും, അതും ഞാൻ വാങ്ങി. കോട്ട് എൻ്റെ കയ്യിൽ കുറേ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനതിട്ട്. അങ്ങനെയായിരുന്നു ടോട്ടലി എനിക്ക് 3 കോസ്റ്റ്യൂമും മൊത്തത്തിലുള്ളത്. ആദ്യത്തെ രണ്ടാമത്തെ വെച്ചാൽ എൻ്റെ മെയിൻ ക്യാരക്ടർ വരിക അപ്പോഴാണ്, വില്ലത്തിയാണ്. അപ്പോൾ മെയിൻ ക്യാരക്ടറിൻ്റെ ഡ്രസ്സ് അതാണ്. പിന്നെ ലാസ്റ്റ് എല്ലാവരും സെയിം ടീഷർട്ട് ഇട്ടിട്ടൊരു സംഭവമാണ്, ഒരു റെഡ് ടീഷർട്ട്. അത് നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ആകെ ഇത്ര ഉള്ളൂ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഇനി റൂമിൽ കൊണ്ടുപോയി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഷെൽഫൊക്കെ തുറന്ന് നമ്മളെ പണികൾ ആരംഭിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഷെൽഫിൻ്റെ താഴെ തന്നെ അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ ആനുവൽ ഡേ ആയിരുന്നു, അതായത് ഇന്നലെ ഞാൻ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോയിരുന്നു. അപ്പോൾ എടുത്ത് വെച്ചിട്ടാണ് കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സൺസ്ക്രീൻ, അതുപോലെ ബണ്ണ് മീൻസ് മുടി മാറ്റുന്ന ബണ്ണ്, പിന്നെ ചെരുപ്പുണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആദ്യം വൃത്തിയാക്കുക. എന്നത് കഴിഞ്ഞിട്ട് ഇതേ പൗച്ച് തുറക്കണം. അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഇടയിൽ സ്പോഞ്ചൊക്കെ ഉണ്ട്, നമ്മളെ ഫൗണ്ടേഷൻ്റെ സ്പോഞ്ചിൽ അതൊക്കെ നല്ലോണം കഴുകണം. കാരണം നമ്മളെല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നല്ല, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇട്ടത്. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകണം. പിന്നെന്താ, പിന്നെ എൻ്റെ കാജലൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് ഞാൻ കാജൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എൻ്റെ കാജലല്ലാന്ന്. പിന്നെ ബ്രാൻഡ് നോക്കിയപ്പോഴേക്കും മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള തന്നെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഞാൻ ബെഡ്റൂമിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഐലൈനറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചില സമയത്ത് ഐലൈനർ വർക്കാവില്ല. അതായത് 2 കുപ്പീനാണ്, ഒരെണ്ണം ഓൾമോസ്റ്റ് കഴിയാനായിപ്പോൾ ഏതായാലും യൂസ് ചെയ്തും കൂടി തീർക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ബണ്ണും കാര്യങ്ങളൊക്കെ സൈഡിൽ വെക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കുകയാണ്. ഇതിപ്പോൾ ഷെൽഫ് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ബെഡും ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ആ പൗച്ചുണ്ട്, പിന്നെ ഡ്രസ്സിൻ്റെ കവറുണ്ട്, അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാനുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു വളയായിരുന്നു ഇത്, പച്ച കുപ്പിവെള്ളയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോൾ റൂമൊക്കെ ഒന്ന് മൊത്തത്തിൽ അടിച്ചു വരണം. പിന്നെ ബെഡിൽ കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നു. മറ്റേ ഞാൻ മേക്കപ്പ് സാധനം കൊണ്ടുപോയ പൗച്ച്, ഒരു കവറ്, പിന്നെ എൻ്റെ ബാഗ് അത്ര ഉള്ളു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഇവിടെയും കുറച്ച് ചുക്കു സാധനങ്ങളുണ്ട്. അത് അമ്മയുടെ കമ്മൽ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാൻ അമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റ്. ഇതായിരുന്നു നീലുവിൻ്റെ ലുക്ക്. അവരുടെ ഡാൻസിൽ ഗോപിക നൃത്തമായിരുന്നു. അതിൽ നീലു ആയിരുന്നു കൃഷ്ണനായിട്ടുണ്ടായിരുന്നത്. കൃഷ്ണൻ്റെ രാധയാണ് ഈ സൈഡിൽ നിൽക്കുന്ന കുട്ടി. നർസ് രാധയായിരുന്നില്ല, ഗോപികമാരുണ്ടാവില്ലേ കൃഷ്ണൻ്റെ കൂടെയുള്ള, അങ്ങനെയായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ 12 പിള്ളേർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ലുക്കും കാര്യങ്ങളൊക്കെ. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിയാളെ ചാനലിൽ വീഡിയോ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ എൻ്റെ ഇടയ്ക്ക് ബ്ലറാവുന്നുണ്ട്. ഞാൻ അതിൽ എൻ്റെ ഉണ്ണികളുടെ ഡാൻസിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ പാട്ടില്ലാണ്ടാണോ ഒരു രസമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആഡ് ചെയ്തില്ല, ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത് നേരത്തെ ക്ലിപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അമ്മേനെ ചായ ഉണ്ടാക്കാൻ ഞാൻ വിട്ടു ഗൈസ്. ചായ മീൻസ് കപ്പി. അപ്പം വീഡിയോ എടുക്കണ പേര് പറഞ്ഞിട്ട് അമ്മ വീഡിയോ എടുക്കണം, വീഡിയോയിൽ കാണിക്കണം എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മീനെ വിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അമ്മ ചായ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. വേറെ കാര്യം എന്ന് വെച്ചാൽ എണ്ണയും തേച്ചു ഗായ്സ്. അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സുഖമില്ല. മുഖം മൊത്തം എണ്ണയിച്ചാണ്, തലയിൽ എണ്ണയിച്ചാൽ അതിൻ്റെ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് മുഖത്തേക്ക് വരും. അപ്പം അങ്ങനെ. അപ്പോൾ ഇതേ അമ്മ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഗൈസ് ഫൈനലി. അപ്പോൾ ജോസ്കോടെ കപ്പിലൊക്കെയാണ് ചായ കുടിക്കണത്. ചായ ആയിരുന്നു, കാപ്പി ഉണ്ടായിരുന്നില്ല. സോ നമുക്കത് കുടിക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ന്യൂ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോ എടുത്തു. ഞാൻ 1 കിലോമീറ്റർ ദൂരത്ത് വന്നിട്ട് സംസാരിക്കുന്നത് ശരിയല്ല ഗൈസ്. അടുത്ത് വന്നേക്കാം. അപ്പോൾ എന്തായിരുന്നു എന്താ പിന്നെ ഞാൻ പറഞ്ഞു നിർത്തിയത്. പക്ഷെ എനിക്ക് സെറ്റാക്കുമ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ, കുളമാകുമെന്ന്. പക്ഷെ കുളമൊന്നായില്ല, സെറ്റായിരുന്നുണ്ട് വീഡിയോ, സെറ്റായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അതിൽ നമ്മളിങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോ എടുത്ത് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഉപയോഗമായി തോന്നുന്നത് അറിയോ, നമ്മളിവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് തിരിഞ്ഞ് കണ്ണാടിയുണ്ട് നോക്കാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമ്മളിന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.